നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ അഴകുള്ളവർ എന്നുള്ള രീതിക്ക് കുറേ കറുത്തവരെ നമ്മൾ എപ്പോഴാണോ കണ്ടു തുടങ്ങുന്നത് അപ്പോഴായിരിക്കും ഇതിന് മാറ്റം ഉണ്ടാവുക. ഭംഗി എന്നുള്ളത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ട് പോകുന്നതാണ് ഭംഗി. അപ്പം ഇരുട്ടിന് എന്തോ കുഴപ്പമുണ്ട്, ശരിയല്ല. നല്ല സമയമാണ്. നമുക്ക് കറുപ്പ് എന്നുള്ളത് അഴകാണ്. ഈ കറുപ്പെന്ന അഴകിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുക, നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട സമയമായി. ശരീരത്തിൻ്റെ നിറവുമായി ബന്ധപ്പെടുത്തി അധിക്ഷേപം നേരിട്ടതിനെക്കുറിച്ച് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ എഴുതിയ FB കുറിപ്പ് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്. കരിങ്കൊടി, കറുത്ത മനസ്സ്, അങ്ങനെയുള്ള പലതിനെയും ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത എങ്ങനെ കരിമ്പൂച്ച അങ്ങനെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത പലതിനെയും അങ്ങനെ കറുപ്പുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്. നമ്മുടെ കാലം AI കാലമാണ്. ഈ AI കാലത്ത് പോലും വർണ്ണവേറിയുമായി ആളുകൾ നടക്കുകയാണ്. മാറേണ്ടതല്ലേ ആ ഒരു മനോഭാവം? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പോസ്റ്റ് ഇട്ടത്. ഞാൻ പോസ്റ്റ് വിഡ്രോ ചെയ്തിട്ട് രണ്ടാമത് ഇടാനുള്ള കാരണവും ഈ ഒരു ചർച്ചയ്ക്കുള്ളൊരു തുടക്കം കുറിക്കാൻ പറ്റിയാൽ ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്നുള്ളൊരു പദവിയിൽ നിൽക്കുന്ന ഒരാൾ അത് ഉന്നയിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ട്രാക്ഷൻ കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. ആൻഡ് അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇപ്പം നിറത്തിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം, കറുപ്പിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധത്തിന് കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയാറുണ്ട്. അതും രാഷ്ട്രീയ പാർട്ടികൾ മാറ്റേണ്ടതല്ലേ? ഈ പ്രതിഷേധത്തിന് ഞാൻ ഓർക്കുന്നു, ഇടയ്ക്ക് ഞാൻ ഡൽഹി പോയിരുന്ന സമയത്ത് കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിഷേധത്തിൽ സ്ത്രീകൾ ഇതിനകത്തോട്ട് കടന്നു വന്നപ്പോഴത്തേക്കും പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറി. അത് ഇപ്പം മുദ്രാവാക്യം വിളിയും ഒക്കെ ഇതിൽ നിന്ന് മാറിയിട്ട് പാട്ടും ഡാൻസും ഒരു ആഘോഷത്തിൻ്റെ ഒരു വേദിയായിട്ട് കൊണ്ടുവന്നു. അപ്പോൾ പ്രതിഷേധത്തിനെ തന്നെ നമുക്ക് പല രീതിയിൽ വേണമെങ്കിലും പുനർനിർവചിക്കാൻ സാധിക്കും. പല സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പാഠപുസ്തകങ്ങളിൽ കറുത്ത ആളെ അഗ്ലി എന്നും വെളുത്ത ആളെ ഫെയർ എന്നും കാണിക്കുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ കുട്ടികളിൽ ഇങ്ങനത്തെ ഒരു വർണ്ണവെറി അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം മാറ്റപ്പെടാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ പാഠപുസ്തകത്തിൻ്റെ അകത്തത് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നിന്നാണ് പാഠപുസ്തകത്തിലോട്ട് പകർന്നു പോകുന്നത്. അതുകൊണ്ട് കുറ്റം പാഠപുസ്തകത്തിൻ്റെ അല്ല, കുറ്റം അതിൻ്റെ പുറകെ നിന്ന ആ മനസ്ഥിതിയുടെയാണ്. അപ്പം ആ മനസ്ഥിതിയെ നമുക്ക് ഇപ്പം പ്രതിരോധിക്കണമെങ്കിൽ ഇത് കൾച്ചറലായിട്ട് നമ്മൾ സ്വയം നമ്മൾ ആവാഹിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ സങ്കല്പത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ സങ്കല്പത്തിൻ്റെ, നല്ലതിൻ്റെ സങ്കല്പത്തിൻ്റെ ഒക്കെ ഒരു പരിവേഷമാണ്. അതിനെ നമുക്ക് നേരിടാൻ പറ്റണം. മാഡം നേരത്തെ പറഞ്ഞു ഗുണ്ട എന്ന വില്ലൻ റോളിലേക്ക് ആളുകൾ വരുമ്പോൾ കറുത്ത നിറവും നായകന് വെളുത്ത നിറവും. അപ്പം തമിഴിലാണെങ്കിൽ ഇതിന് കുറേ കൂടെ മാറ്റമുണ്ട്. അപ്പം മലയാളത്തിലും മറ്റ് ഭാഷകളിലൊക്കെ തന്നെ ഈ സിനിമയിൽ ഈ ഒരു സംസ്കാരം മാറേണ്ടതല്ലേ? നമ്മൾ കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നായികമാരായാലും മോഡലുകളായാലും ഇപ്പോൾ പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ DG ആയിട്ട് പ്രവർത്തിച്ച സമയത്ത് ഫാഷൻ ഷോസൊക്കെ കാണാനായിട്ട് ഇടയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ മിക്കവാറും കാണുന്ന ഫാഷൻ മോഡൽസൊക്കെ വെളുത്തതാണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഇരുണ്ട നിറമുള്ള മോഡൽസ് വളരെ ഇതോട് ആർജവത്തോടു കൂടി തന്നെ റാമ്പ് വാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടും കൂടിയുണ്ട്. അപ്പോൾ ഒരു കൗതുകം തോന്നിയിരുന്നു. അപ്പം നമ്മൾ കറുപ്പിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിട്ടുണ്ടോ എന്നുള്ള ആ ഒരു സന്തോഷം അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് തുടക്കം കുറിച്ചതാണ്. ഇപ്പം പല ഇതിനകത്തും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ അകത്തും വല്ലപ്പോഴും പൊതുവേ വെളുപ്പാണ്, പക്ഷെ ഇടയ്ക്ക് നമ്മൾ കറുപ്പ് കടന്നു വരുന്നതും ആ കറുപ്പിനെ സെലിബ്രേറ്റ് ചെയ്യുന്നതും കാണുന്നുണ്ട്. ഇന്ന് മേക്കപ്പിൻ്റെ ഒരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും വെളുക്കുന്ന മേക്കപ്പിന് പകരം നമ്മുടെ നിലവിലുള്ള ഇപ്പം നമ്മുടെ ഒരു ടെക്സ്ചറിനെ ഹൈലൈറ്റ് ചെയ്യുന്ന മേക്കപ്പ്, നമ്മുടെ രൂപത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു തരത്തിലുള്ളൊരു ഇപ്പം മൊത്തത്തിലുള്ള ഡിസ്കോഴ്സിലുള്ളൊരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇത് കൂടുതലും ഒരു യങ്ങർ ജനറേഷനിലാണ് ഇതിൻ്റെ ഈ
ചർച്ചയും ഇതിൻ്റെ ഒരു പ്രതിഭാസം കാണുന്നത്. പക്ഷേ അതുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പം നല്ല സമയമാണ്. നമുക്ക് കറുപ്പ് എന്നുള്ളത് അഴകാണ്. ഈ കറുപ്പെന്ന അഴകിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുക, നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ കണ്ടുപിടിക്കേണ്ട സമയമായി. പണ്ട് ഫെയർനെസ് ക്രീമായിട്ട് നമ്മൾ കണ്ടത് ഇപ്പോൾ നമ്മൾ മേക്കപ്പായിട്ട് കാണുന്നു. ഈ ഇരുണ്ട കോംപ്ലക്ഷനിൽ തന്നെ ഇരുണ്ട കോംപ്ലക്ഷന് വേണ്ടുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇത് ചെയ്യുന്നു. ഇരുണ്ട ചുണ്ടിന് വേണ്ടുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞ് കാണുമ്പോഴത്തേക്കും അതിപ്പോൾ അത്തരത്തിൽ അത് ആ ഒരു ഡാർക്ക്നെസ്സിനെ ഓൺ അപ്പ് ചെയ്യുന്ന കുറേ സ്ത്രീകളും പുരുഷന്മാരും അത്തരത്തിൽ അവർക്ക് ചേർന്നതായിട്ടുള്ളൊരു മേക്കപ്പ് ആവശ്യപ്പെടുന്നു എന്നതൊരു വലിയ സന്തോഷമുള്ള വാർത്തയില്ലേ. നിറത്തിന്റെ മാറ്റങ്ങൾ കാണിക്കുന്ന അങ്ങനെയുള്ള പരസ്യങ്ങളുണ്ട്, അത് പൂർണ്ണമായിട്ടും മാറേണ്ടതല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഭംഗി എന്നുള്ളത് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലോട്ട് പോകുന്നതാണ് ഭംഗി. അപ്പം ഇരുട്ടിന് എന്തോ കുഴപ്പമുണ്ട്, ശരിയല്ല. ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു താങ്കളുടെ കുട്ടികളാണ് ഈ കറുപ്പ് ഭംഗിയുള്ള നിറമാണ്, അതേക്കുറിച്ച് കുറച്ചുകൂടി ഒരു വിശാലമായിട്ടുള്ളൊരു ചിന്താഗതി വരുത്തിയെന്ന്. അപ്പോൾ ഭാവി തലമുറ പൂർണ്ണാർത്ഥത്തിലേക്ക് ഈ കറുപ്പ് ഭംഗിയുള്ള മറ്റെല്ലാ നിറം പോലെയും കറുപ്പ് ഭംഗിയുള്ളതാണ്, ആ രീതിയിലേക്ക് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ടോ? അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും ആരെങ്കിലുമൊക്കെ കാണുമ്പോഴത്തേക്കും ഹായ് എന്ത് രസം എന്ത് ഭംഗി എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു മനസ്സിൻ്റെ അകത്ത് അറിഞ്ഞും അറിയാതെയും ഇതൊക്കെ ഓവർലുക്ക് ചെയ്യാനായിട്ടുള്ളൊരു പ്രവണത നമുക്കുണ്ട്. അങ്ങനെ വരുന്നവരെ കാണാതിരിക്കുന്നതിനുള്ളൊരു പ്രവണതയുണ്ട്. അത് അദൃശ്യമായി പോകുന്നു എന്നുള്ളത് നമ്മുടെ തന്നെ മനസ്സിനകത്തോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ അത് പക്ഷേ നമ്മൾ കാണാതെ പോകുന്നത് നമ്മുടെ മക്കൾ കാണുന്നു, അവർ ആസ്വദിക്കുന്നു. അപ്പോൾ ഇതെന്താ അവർ ആസ്വദിക്കുന്നത് എന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഭംഗി നമ്മളും കണ്ടു തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ കാണണം, അത് കണ്ടുകൊണ്ടിരിക്കണം, തേടിക്കൊണ്ടിരിക്കണം. ഈ അഴകെന്ന് പറയുന്നത് തേടി കണ്ടെത്തി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പുറമെ കറുപ്പ് നിറം മോശമല്ല, കറുപ്പിനെ അനുകൂലിച്ചൊക്കെ പറയുന്ന പലരും ഒരു ഇരട്ടത്താപ്പ് കാണിക്കാറുണ്ട്. ഇപ്പം ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കറുത്ത ആളെ തിരഞ്ഞെടുക്കാൻ വേണ്ട എന്നുള്ള രീതി, കുഞ്ഞു ജനിക്കുകയാണെങ്കിൽ അയ്യോ എൻ്റെ കുഞ്ഞ് കറുത്ത നിറമുള്ള കുട്ടിയാവും എന്നുള്ള പേടി, ആശങ്ക, അങ്ങനെയുള്ള കുറേയധികം ഇരട്ടത്താപ്പുകൾ ഈ മനുഷ്യർക്കുണ്ട്. അത് പൂർണ്ണാർത്ഥത്തിൽ എന്ന് മാറും? നമ്മളുടെ കൂട്ടത്തിൽ നമ്മൾ അഴകുള്ളവർ എന്നുള്ള രീതിക്ക് കുറേ കറുത്തവരെ നമ്മൾ എപ്പോഴാണോ കണ്ടു തുടങ്ങുന്നത് അപ്പോഴായിരിക്കും ഇതിന് മാറ്റം ഉണ്ടാവുക. അതിലിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ വരാറുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടുകൾ കറുത്ത ആളുകളെ വെച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ പല മാഗസിനുകളുടെ മുഖചിത്രം മാഡം നേരത്തെ പറഞ്ഞ പോലെ പല കമ്പനികളുടെ പ്രൊഡക്റ്റിൽ അങ്ങനെ കാണാറുണ്ട്. അപ്പം മാറ്റം ഒരുപാട് വന്നു തുടങ്ങി, കുറേയൊക്കെ വന്നു തുടങ്ങി എന്ന് വെച്ചാൽ ഈ ഇരുണ്ട നിറമുള്ളവർ അവർക്ക് യോജിക്കുന്ന വിധത്തിലുള്ള പ്രോഡക്റ്റുകൾ അവർ ആവശ്യപ്പെട്ടു തുടങ്ങി. അപ്പം അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട് എന്നറിയുമ്പോൾ ഒരു കമേഴ്ഷ്യലായിട്ട് തന്നെ നമ്മൾ ആ മാർക്കറ്റ് ആ ഡിമാൻഡിന് റെസ്പോണ്ട് ചെയ്യുന്നു. ഈ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മൊത്തത്തിലുള്ള ഈ നമുക്ക് കിട്ടുന്ന മെസ്സേജിങ്ങിനും ഒരു സ്വഭാവം മാറുന്നു. അപ്പോൾ ആ മെസ്സേജസിൻ്റെ സ്വഭാവം മാറുക തന്നെ വേണം. ആ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു, അതിന് നമുക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലത്. സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം വെളുത്ത നിറമാണ്, കറുത്തതല്ല എന്നുള്ള ചിന്ത പല ആളുകൾക്കും ഇടയിലുണ്ട്. മിക്കവാറും എല്ലാവരുടെയും മനസ്സിലുണ്ട്. താങ്കളുടെ ഈ ഒരു FB പോസ്റ്റ്, അതിനെ തുടർന്നുള്ള മാധ്യമങ്ങളിൽ ഏറ്റെടുത്ത ഈ ഒരു ചർച്ച, അതൊരു മാറ്റം വരുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ചിന്താഗതിക്ക് മാറ്റം വരുത്തുമെന്ന്? ഈ ചർച്ചകളൊക്കെ നേരത്തെ ഉണ്ട്. ഈ ചർച്ചകൾക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നമുക്ക് ഒരു ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഒരു ആക്സലറൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ആക്സലറൻ്റായിട്ട്, അങ്ങനെ ഒരു കാറ്റലിസ്റ്റായിട്ട് ഈ പോസ്റ്റിന് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചാൽ വളരെ സന്തോഷം. താങ്കളുടെ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചപ്പോൾ എനിക്ക് വലിയ വേദന തോന്നി. 4-ാം വയസ്സിൽ താങ്കളുടെ അമ്മയോട് താങ്കൾ പറഞ്ഞ കാര്യമൊക്കെ വായിച്ചപ്പോൾ വലിയ വേദന തോന്നി. ആ ഒരു മാനസിക വിഷമം താങ്കളെ ഇപ്പോഴും വേട്ടയാടുന്നു അല്ലേ? വേട്ടയാടുന്നു എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു നമ്മൾ മനസ്സിൻ്റെ അകത്ത് നമ്മൾ അല്പം എന്തോ കുറവുണ്ട് എന്നുള്ളൊരു തോന്നൽ. നമ്മൾ കോംപ്രമൈസ് ചെയ്യണം, ഒഴിയണം, ഇപ്പം ഡിഫെൻസീവ് ആകണം,
ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതിയിൽ നിന്ന് അങ്ങനെ അല്ല നമ്മളിത് ഇതിനെ നമ്മൾ സ്വാംശീകരിക്കണം, ഇതിനെ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റണം. നമ്മുടെ ചുറ്റുമുള്ള സ്പേസുകൾ, അത് സോഷ്യൽ സ്പേസ് ആകാം, ഡൊമസ്റ്റിക് സ്പേസ് ആകാം, ഒഫീഷ്യൽ സ്പേസ് ആകാം, ഈ സ്പേസിലൊക്കെ തന്നെ നമ്മുടെ വ്യക്തിത്വത്തിനെയും നമ്മുടെ സൗന്ദര്യബോധത്തിനെയും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക തന്നെ വേണം എന്ന ഒരു തോന്നൽ ഉണ്ടായി കഴിയുമ്പോൾ, അതുണ്ടായതിന് ശേഷം ഇതൊന്നും അത്ര അലട്ടുന്നില്ല. മാർട്ടിൻ ലൂതർ കിങ് തന്നെ മുൻപേ തുടങ്ങി വെച്ച പല സമരത്തിലും അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, നമ്മൾ വെളുത്തവർക്കെതിരെ അല്ല സംസാരിക്കുന്നത്, കറുപ്പ് മോശമാണെന്നും അവരെ തഴയേണ്ടതാണെന്നും എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥിതിക്കെതിരെയാണ്, ആ ചിന്തക്കെതിരെയാണ് എന്നാണ് പറയുന്നത്. അതെ അതെ. അപ്പോൾ ആ ചിന്ത എന്ന് മാറും, കുറേ മാറ്റം ഉണ്ടായി കയറി ഇപ്പോഴും നമുക്ക് മാർട്ടിൻ ലൂതർ എന്ന് മാത്രമല്ല, ഈ പല കുട്ടികളിൽ നമ്മളെക്കാളും കുറേ കൂടി ഓറിയൻറ്റഡ് ആയിട്ടും വോക്കായിട്ടും ഒരു കമ്മ്യൂണിറ്റി, കുട്ടികളുടെ കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താ? അതിന് കാരണം പ്രധാനമായിട്ടും അവരുടെ എക്സ്പോഷർ, നമുക്ക് കിട്ടിയതിന് അപ്പുറത്തുള്ള ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ്? ഒരു വിശ്വ മീഡിയത്തിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ സബോൾട്ടൻ ആയിട്ടുള്ള പ്രവചനങ്ങളും ചർച്ചകളും ഒക്കെ അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ ഒരുമിച്ച് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു വോക്ക് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ചെറുപ്പക്കാർ. ആൻഡ് അവിടെയാണ് മാറ്റം നമ്മൾ കാണാൻ പോകുന്നത്. താങ്കൾ ഫേസ്ബുക്കിൽ കുറിച്ച ഈ കുറിപ്പും അതുപോലെ തന്നെ ഈ ഒരു ചർച്ചയുടെയും പേരിൽ ഒരുപാട് കറുത്ത നിറക്കാരായിട്ടുള്ള ആളുകൾ താങ്കളോട് കടപ്പെട്ടിട്ടുണ്ടാവും ഈ സമയം. അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ കടപ്പെട്ടിട്ടൊന്നും ഉണ്ടെന്നൊന്നും പറയില്ല, പക്ഷേ സോളിഡാരിറ്റി ഉണ്ട് എന്നത് പറയും. അതുകൊണ്ട് ഇപ്പം ഇത് പ്രതികരണം എന്ന നിലയ്ക്ക് തന്നെ ഐക്യദാർഢ്യം പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, ഒരു ത്രില്ലാണ്. ഓക്കെ, താങ്ക് യു.